തിരുവോണത്തിന് ഇമാതിരി ചിരിക്കാൻ തോന്നിയ ഒരു മുഹൂർത്തം സമ്മാനിച്ച ഞമ്മന്റെ തള്ളാഹു കുക്കുംബർ ടീമിനോട് വലിയൊരു നന്ദി നമ്മൾ പ്രകാശിപ്പിക്കണല്ലോ. അത്തരത്തിലൊരു നന്ദി പ്രകാശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ഈ ഒരു ലൈവ് എന്നുള്ളതാണ്. യാത്രകളിലാണ്, ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാനുള്ള തിരക്കിലും ഓട്ടത്തിലും തന്നെയാണ്. ഓണം തന്നെ അത്യാവശ്യം ജസ്റ്റ് ഒന്ന് ആഘോഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. സംഘടനാപരമായിട്ടും അതല്ലെങ്കിൽ നമ്മുടെ ന്യൂസ് പരമായിട്ടുമുള്ള യാത്രകളിൽ തന്നെയാണ്. നമുക്ക് മറ്റൊന്നുമല്ല, വടകര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളിയില് പോലീസുകാര് ബൂട്ടിട്ട് കയറി, ഞമ്മന്റെ പള്ളിയിൽ ബൂട്ടിട്ട് കയറി എന്ന് പറഞ്ഞിട്ട് വല്ലാത്ത കരച്ചിലാണ് ഇപ്പൊ ഇന്ന് രാവിലെ മുതലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അതിൽ നമ്മുടെ പിണറായി തമ്പുരാന്റെ രണ്ടാം കെട്ടുകാരനായുള്ള ഈ മറ്റേ റിയാസ് അടക്കമുള്ള കുറെ എണ്ണം ഇറങ്ങിയിട്ടുണ്ട്. നോക്കൂ, ഇവറ്റകളൊന്നും ചിന്തിക്കുന്നില്ല. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ കൊടുത്താൽ ഇവിടെ കേരളത്തിൽ തന്നെ ആകപ്പാടെ കിട്ടുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്താണ് സംഭവം? ഒരു പള്ളിയിലെ നിസ്കാരത്തിന്റെ പേരിൽ നിസ്കരിക്കാൻ വേണ്ടി നേതൃത്വം കൊടുക്കുന്ന ആ ചങ്ങയുടെ പേരെന്താ, എന്തോ ഒരു കാതേരിയോ എന്തോ ഒരു സംഭവം ഉണ്ടല്ലോ, നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന മെയിൻ സുഡാപ്പി. ഈ മെയിൻ സുഡാപ്പി ഞാനാവാം എന്ന് പറഞ്ഞിട്ട് രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഈ പള്ളിയിൽ തർക്കം വെറും വാക്കിൽ മാത്രം നിന്നില്ല. അവസാനം ഒന്തും തള്ളിൽ നിന്നോ ഇല്ലെന്ന് ഒടുക്കത്തടിയായി ഈ ജിഹാദികൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ പോലെയുള്ള രാജ്യങ്ങളിൽ. അതായത് ഇവറ്റകൾ ഭൂരിപക്ഷം ആവുന്നത് വരെ എന്ത് ചെയ്യുന്ന അറിയാമോ? ഭൂരിപക്ഷം ആവുന്നത് വരെ മറ്റു മതക്കാരുടെ നെഞ്ചത്തോട്ട് പാഞ്ഞു കയറും. എന്നാൽ ഇവറ്റകൾ ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ വല്ല രക്ഷയുണ്ടോ? അതുമില്ല. ഇവറ്റകൾ ഭൂരിപക്ഷം ആയിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം തല്ലുകൂടുന്ന സിസ്റ്റമാണ്. അതാണ് നമ്മുടെ മറ്റുള്ള അറബ് രാജ്യങ്ങളിലൊക്കെ നോക്കിയാൽ മനസ്സിലാവുക. അതിനിപ്പോ പാകിസ്ഥാൻ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അഫ്ഗാനിസ്ഥാൻ ആണെങ്കിലും ഏത് സുഡാപ്പി രാജ്യമാണെങ്കിലും നോക്കിയാൽ മതി, അവറ്റകൾ പരസ്പരം യുദ്ധം ചെയ്യുന്നത്. അത്തരത്തിലാണ് വടകര ഈ പള്ളിയിൽ, ഞമ്മന്റെ ഈ മൂത്രാമ്പള്ളിയിലുള്ള ഈ തർക്കം. എന്തായാലും തർക്കം അവസാനം പോലീസിനെ വിളിച്ച് പോലീസ് കയറി ചെന്ന സമയത്ത് ബൂട്ടിട്ടിട്ടാണ് അത്ര കയറി ചെന്നത്. ഓ, ഞമ്മന്റെ പള്ളിയിൽ ബൂട്ടിട്ട് കഴിഞ്ഞാൽ ഞമ്മക്ക് സഹിക്കോ? അപ്പൊ ഞമ്മന്റെ പള്ളിയിൽ ഈ അറാമ്പറപ്പുകൾ തല്ലുണ്ടാക്കിയതോ അല്ലെങ്കിൽ ഇത്തരത്തിൽ കലാപാന്തരീക്ഷം ഉണ്ടാക്കിയതൊന്നുമല്ല പ്രശ്നം. അതിനേക്കാൾ വലിയ അറാമ്പറപ്പാണ് അത്ര ഈ പോലീസുകാർ ബൂട്ടിട്ടുള്ളിൽ കയറിയത്. ഓ, എന്റെ പോലീസുകാർ, നിങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? ഞമ്മന്റെ ലീഗ് ഭരിക്കുന്ന ഈ നാട്ടിൽ ഞമ്മന്റെ ഒരു പള്ളിയിൽ ഇത്തരത്തിലൊരു കലാപം നടക്കുമ്പോൾ നിങ്ങൾ ബൂട്ടൊക്കെ അഴിച്ചു വെച്ച് കണ്ടേ ഞമ്മന്റെ എല്ലാരും കൂടെ കൂട്ടം കൂടി ചേർന്നിട്ട് വലിയൊരു ടാങ്കിന് ചുറ്റും നിൽക്കുമല്ലോ. എന്തായാലും ശുദ്ധീകരണത്തിന് എന്തോ ഒരു അറബ് വാക്ക, എന്തോ വൊള്ളുവോ എന്തോ ഒരു തേങ്ങാക്കൊല, ഇത്തരത്തിൽ വൊള്ളുവൊക്കെ എടുത്തിട്ട് വേണ്ടേ നിങ്ങൾ ഞമ്മന്റെ ആളുകൾ അതിൻ്റെ ഉള്ളില് പച്ച തെറി വിളിച്ചുകൊണ്ടും പച്ചക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തുണി പൊക്കി കാണിച്ചുകൊണ്ട് ജിഹാദികൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്? നിങ്ങൾ ഇങ്ങനെ ബൂട്ടൊക്കെ ഇട്ടിട്ട് കയറാൻ പാടുണ്ടോ? നിങ്ങൾ മൂത്രമൊഴിച്ചിട്ട് ഈ സുന കഴുകാതെ അതിൻ്റെ ഉള്ളിലേക്ക് ഓടിപ്പാഞ്ഞ് കയറാൻ പാടുണ്ടോ? അതും ആലോചിച്ച് നോക്കൂ, ഹിന്ദുക്കളാണോ ക്രിസ്ത്യാനിയാണോ എന്ന് പോലും അറിയില്ല, കുറെ പോലീസുകാർ ഓടിപ്പാഞ്ഞ് കയറി. ഇതിലും വലിയൊരു പാപം ഇനി സംഭവിക്കാനുണ്ടോ എന്നുള്ള രീതിയിൽ ഞമ്മന്റെ സുഡാപ്പികളൊക്കെ രംഗത്തിറങ്ങിക്കൊണ്ട് മുസ്ലിം ലീഗിന്റെ ഭരണത്തോടുകൂടി മുസ്ലിം ലീഗിന്റെ പോലീസുകാർ പള്ളിയിലേക്ക് ഇരച്ച് കയറിയത് കണ്ടാ എന്നും പറഞ്ഞു എമ്മാതിരി മോങ്ങലാണ്, ഒന്നൊന്നര മോങ്ങലാണ്. നോക്കൂ, ഇവിടെയാണ് കാലം ഒന്നിനും കണക്ക് പറയാതെ പോയിട്ടില്ല എന്നുള്ള ആപ്തവാക്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓരോ ഹിന്ദുവിന്റെയും നെഞ്ചി പിടച്ചുകൊണ്ട്, നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട്, തല ചവിട്ടി അരയ്ക്കുന്ന രീതിയിൽ ഇവിടെ പോലീസ് കിരാതമായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു. ഏത് കാലത്താ? 2018 അവസാന കാലവും 2019 ആദ്യകാലവും. എന്തിനായിരുന്നു? ഓരോ ഹിന്ദുവിന്റെയും, ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളതാണോ? അല്ലെന്നേ, ലോകത്താകമാനമുള്ള ഓരോ ഹിന്ദുവിന്റെയും അഭിമാനമായിരുന്ന ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിക ജിഹാദികളുടെ തക്കിയ പ്രകാരം ഇവിടെ കോടതികളിൽ നിന്ന് പോലും വിധി വന്ന സമയത്ത് ശബരിമല അയ്യപ്പന്റെ ആചാരം സംരക്ഷിക്കാൻ വേണ്ടി ഇവിടുത്തെ ഹിന്ദുക്കൾ തെരുവിലിറങ്ങിയ സമയത്ത് ഇവിടുത്തെ ഹിന്ദുവിന്റെ ക്ഷേത്രത്തിലേക്ക് എല്ലാവിധ ആചാരങ്ങളും നശിപ്പിച്ചുകൊണ്ട് സ്ത്രീകളെ കയറ്റണമെന്നും പറഞ്ഞ് മനുഷ്യ ചങ്ങലേക്ക് പർദ്ദയിട്ടുകൊണ്ട് കറുത്ത ഭൂതച്ചാക്ക്, അതല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ സാറും ജാമിദ ടീച്ചറും ഒക്കെ പറയുന്ന പോലെ തീട്ടച്ചാക്ക്, അപ്പിച്ചാക്ക് അണിഞ്ഞുകൊണ്ട് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഹിന്ദുവിന്റെ നെഞ്ച് തകർക്കാൻ വേണ്ടി ക്യൂ നിന്ന ഈ പറയുന്ന സ്ത്രീകളെ ഒന്നും നമ്മൾ മറന്നിട്ടില്ല. കറുത്ത അപ്പിക്കുപ്പായത്തിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഹിന്ദുവിന്റെ ആചാരം അനുഷ്ഠാനം തകർക്കാൻ വേണ്ടി ഇറങ്ങിയ ആ സ്ത്രീകൾ ഒരിക്കലും ചോദിച്ചിട്ടില്ല, എന്തേ ഞങ്ങളെ നിസ്കരിക്കാൻ പള്ളിയിൽ കയറ്റാത്തത്? ഞങ്ങളോട് എന്തിനാണ് ഈ വിവേചനം
വിവേചനമെന്ന്, സ്ത്രീ പ്രാതിനിധ്യം, സ്ത്രീകളോട് എന്തിനു വിവേചനം എന്ന് ചോദിക്കാൻ ഇവറ്റകൾക്ക് അതിനുള്ള നട്ടെല്ലില്ല. അങ്ങനെ നട്ടെല്ലുണ്ടായ എന്താ പ്രശ്നം? ചത്തു കഴിഞ്ഞാൽ പള്ളിക്കാട്ടിലേക്ക് എടുക്കില്ലെന്ന്. അത്തരത്തിൽ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് പിന്നെ പാഞ്ഞു കയറാൻ സുഖാണല്ലോ. എന്തായാലും ഹിന്ദുവിന്റെ ശബരിമല ആചാരം തകർക്കാൻ വേണ്ടി, അനുഷ്ഠാനം തകർക്കാൻ വേണ്ടി ഇറങ്ങിയ മുസ്ലിം സ്ത്രീകളെ നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളുടെ പള്ളിക്കുള്ളിൽ യുദ്ധം നടന്നത്, ജിഹാദി കാക്കമാര് കോയമാർ അങ്ങോട്ടും ഇങ്ങോട്ടും വടകര കോയമാർ യുദ്ധം ചെയ്തത് കണ്ടില്ലേ? അവിടേക്ക് പോലീസ് ഇരച്ചു കയറിയത് കണ്ടില്ലേ? നോക്കൂ, ആയിരക്കണക്കിന് ഹിന്ദുക്കളായിട്ടുള്ള സ്വാഭിമാനി ഹിന്ദുക്കളുടെ പേരിൽ കള്ളക്കേസ് എടുത്തുകൊണ്ട് പിണറായി വിജയന്റെ ആ ക്രൂരമായിട്ടുള്ള ഭരണത്തിൽ ഹിന്ദുക്കൾക്കെതിരെ കേസെടുത്ത് ശബരിമല ആചാര ലംഘനം അത് തടയാൻ വന്ന ഹിന്ദുവിനെ, തന്റെ ആചാരം തന്റെ സംസ്കാരം സംരക്ഷിക്കാൻ ഇറങ്ങിയ ഹിന്ദുവിനെ ഏത് രീതിയിലൊക്കെയാ നീയൊക്കെ ദ്രോഹിച്ചത്? ആ പോലീസിന്റെ ദ്രോഹം കണ്ടപ്പോൾ ആഘോഷിച്ച മുസ്ലിങ്ങളെ ഇന്നിപ്പോ നിന്റെയൊക്കെ പള്ളിയിലേക്ക് പോലീസുകാർ ഷൂസിട്ട് കയറി എന്നുള്ളതാ നിന്റെയൊക്കെ വലിയ വിഷയം. നോക്കൂ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന പോലെ അന്ന് പിണറായി വിജയന്റെ മരുമകനായിരുന്ന മുഹമ്മദ് റിയാസ് ഇന്ന് പറയുന്നു, പള്ളിയിലേക്ക് ഷൂസിട്ട് കയറിയത് ഒരിക്കലും അനുവദിക്കാൻ പറ്റാത്ത അത്ര വലിയ ക്രൂരതയാണെന്ന്. എടാ മുഹമ്മദ് റിയാസെ, നിന്റെ ആദ്യ ഭാര്യ നിനക്കെതിരെ നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്, ചുമരിനോട് ചേർത്ത് നിർത്തിക്കൊണ്ട് നീ ഭംഗിയില്ല, നീ സ്ത്രീധനം കൊണ്ടുവന്ന് വന്നില്ലെന്നും പറഞ്ഞ് നാബിക്ക് തൊഴിച്ച ഒരു മുഹമ്മദ് റിയാസിന്റെ മുഖം ആ സ്ത്രീ കൊടുത്ത മൊഴിയിലുണ്ട്. അങ്ങനെ അല്ലേടോ നീ കിട്ടിയ അവസരത്തിൽ പിണറായി വിജയന്റെ മകളെ രണ്ടാം കെട്ട് കെട്ടി പിണറായി വിജയന്റെ മരുമകനായി മാറിയത്? ആ നിനക്കെന്ന് വല്ലാതെ നോവുന്നുണ്ടോടോ? രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി നീയൊക്കെ ഹിന്ദുവിന്റെ നെഞ്ചത്തോട്ട് കയറി ഇസ്ലാമിക ജിഹാദികളുടെ പ്രീതി പറ്റിക്കൊണ്ട് നീയൊക്കെ രണ്ടാം ഭരണവും ഒപ്പിച്ചെടുത്തു. എന്നിട്ടോ അതിനുവേണ്ടി നീയൊക്കെ ഹിന്ദുവിനെ ദ്രോഹിച്ചത് ഒരു ഹിന്ദുവും മറന്നിട്ടില്ലടോ. അതുകൊണ്ട് തന്നെ ജിഹാദികളുടെ ഈ പള്ളിയിൽ നടക്കുന്ന ആ യുദ്ധമുണ്ടല്ലോ, അത് അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും മറ്റു സുഡാപ്പി രാജ്യങ്ങളിലുമൊക്കെ ഇവറ്റകൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ സ്വയം തമ്മിൽ തല്ലിച്ചാവുന്ന രീതിയിൽ തന്നെയാണ് ഒരു സ്വാഭിമാനി ഹിന്ദുവും കാണുക. അപ്പൊ പറയും, ചില ന്യായീകരണ കമ്മിറ്റിക്കാർ വന്നിട്ട് പറയും, അങ്ങനെ നമ്മൾ അതിനെയൊന്നും കുറ്റം പറയാൻ പാടില്ല, നമ്മൾ മറ്റു മതസ്ഥരുടെ ഈ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ചില അഭിപ്രായക്കാർ വരും. മതേതരത്വം മണ്ണാക്കിലേക്ക് കുത്തിത്തിരികി നടക്കുന്ന അത്തരക്കാരോട് പറയാനുള്ളത്, എടോ ഞാനത് ആഘോഷിക്കുമെടോ, ഞാനൊരു തീവ്രവാദി ഹിന്ദു തന്നെയാണെടോ, ആഘോഷിക്കും ഞാൻ. എൻ്റെ ഹിന്ദു സഹോദരങ്ങളോട്, എൻ്റെ ഹിന്ദു ആചാര ആ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിയ സഹോദരങ്ങളോട് ഇവിടുത്തെ പോലീസ് കാട്ടിക്കൂട്ടിയ ശുദ്ധവൃത്തികേടുകൾ, ശബരിമല ആചാര ലംഘനം തകർക്കാൻ വേണ്ടി മനുഷ്യ ചങ്ങലക്കിറങ്ങിയ മുസ്ലിം സ്ത്രീകൾ, ഇവറ്റകളൊക്കെ ഓരോ ഹിന്ദുവിന്റെയും നെഞ്ച് തകർത്തപ്പോൾ എനിക്ക് നൊന്ത ആ നോവലുണ്ടല്ലോ, അതിന് ചെറിയ ആശ്വാസം ഇങ്ങനെയെങ്കിലും ഞാൻ നേടുമടോ. അതുകൊണ്ട് ഇങ്ങോട്ടാരും വല്ലാതെ ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പറയാമോ, നമ്മൾ പിന്നെയും കാണണ്ടേ എന്ന രീതിയിൽ സുഡാപ്പികളെ സുഖിപ്പിക്കാൻ വേണ്ടി വരുന്ന മതേതരത്വം അണ്ണാക്കിലേക്ക് പുഴുങ്ങിത്തിന്ന് ജീവിക്കുന്ന ഹിന്ദുവെ, പുഴുങ്ങിത്തിന്ന് ജീവിക്കുന്ന ക്രിസ്ത്യാനിയെ നീ മനസ്സിലാക്കിക്കോ. നീ അവന്റെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനുമല്ല, നീ അവന്റെ മുന്നിൽ കാഫിർ മാത്രമാണ്. ഏത് വിധേനയും നിന്നെ ക്രൂരത കാട്ടി നിന്നെ കൊന്നൊടുക്കിയിട്ടായാലും വേണ്ടില്ല ഇവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി അന്യരാജ്യത്ത്, അതല്ലെങ്കിൽ ശത്രു രാജ്യത്തിന്റെ, ഇസ്ലാമിക രാജ്യത്തിന്റെ ആയാലും ഏതൊരു രാജ്യത്തിന്റെ ആയാലും അച്ചാരം കൈപ്പറ്റി സ്വരാജ്യത്തിന്റെ സ്വജന്മദേശത്തെ തകർക്കാൻ നടക്കുന്ന അത്തരക്കാരോട് ഒരു ന്യായീകരണവും ഇങ്ങോട്ട് വേണ്ട. കൃത്യമായിട്ട് 1ന് 100ആയി 100ന് 10,000 തന്നെ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. ഓരോ സ്വാഭിമാനി ഹിന്ദുവും ഓരോ ദേശസ്നേഹി ക്രിസ്ത്യാനിയും ഈ ജിഹാദി വർഗത്തിനെതിരെ പടപൊരുതുന്ന രീതിയിലേക്ക് രംഗത്ത് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ പെറ്റനാടുണ്ടല്ലോ, ഈ പെറ്റനാടിനെ ഈ ലോക ഭീകരവർഗം, ഈ ഭീകരർ തച്ചുടയ്ക്കും. അതല്ലെങ്കിൽ നമ്മളെയൊക്കെ തീർത്തിട്ടായാലും ഈ രാജ്യം നശിപ്പിക്കും. ആ രീതിയിലേക്ക് തന്നെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ ഞമ്മന്റെ ടീമിന്റെ വളർച്ച എന്നുള്ളത് ചിന്തിക്കേണ്ടതുണ്ട്. ലോകത്താകമാനം ഞങ്ങളിതോ വളരുന്നു എന്നും പറഞ്ഞ് പടവലങ്ങ പോലെ വളരുന്ന, അതല്ലെങ്കിൽ ലോകത്താകമാനം ഭീതി പടർത്തിക്കൊണ്ട് ലോകത്താകമാനം സമാധാനം നശിപ്പിക്കുന്ന ഏത് കൂട്ടരാണുള്ളതെന്ന് ചോദിച്ചാൽ അത് ഞമ്മന്റെ ആളുകൾ തന്നെയാണ്. ഞമ്മന്റെ ആളുകളിൽ ചിലർ പറയാറുണ്ട് എല്ലാ ഞമ്മന്റെ ആളുകളും മോശക്കാരല്ല എന്നുള്ളത്. എന്നാൽ ഏതെങ്കിലും ഞമ്മന്റെ ആളുകൾ രംഗത്ത് വന്നുകൊണ്ട് ഈ ജിഹാദികൾക്കെതിരെ, ഈ രാജ്യദ്രോഹികൾക്കെതിരെ നിലപാടെടുക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നേ. അവിടെയാണ് നല്ല ഞമ്മന്റെ ആളുകളും നല്ല ചീത്ത ഞമ്മന്റെ ആളുകൾ എന്നുള്ള ഒരു വേർതിരിവില്ല. മദ്രസയിലേക്ക് പോയിട്ടുള്ള ഏതൊരുത്തനും ഞമ്മന്റെ മനസ്സിലേക്ക് വരുന്നത് ഈ ചിന്തകളൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്താകമാനം നടക്കുന്ന ഇത്രയും ദുഷ്ടമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഈ നീചമായിട്ടുള്ള ഇത്തരം ഈ ജിഹാദി പ്രവർത്തനങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് ഇവറ്റകൾ മിണ്ടാതിരിക്കുന്നത്. മിണ്ടിയില്ലെങ്കിൽ എന്താ, അവരെല്ലാവരും മോശക്കാരല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്ക് വരുമെന്നുണ്ടെങ്കിൽ അതും
തെറ്റാണ്, അങ്ങനെ ഇല്ലെന്ന് ഇവറ്റകൾ ന്യായീകരിക്കുകയില്ല എന്ന് മാത്രമല്ല, അതിനെ ന്യായീകരിക്കുമെന്ന് മാത്രമല്ല, ഇവറ്റകൾ മിണ്ടാതിരിക്കും. മൗനം വിദ്വാനുഭൂഷണം എന്ന രീതിയിൽ. അതായത് ഞമ്മന്റെ ആളുകൾ എന്ത് ചെയ്താലും ഞമ്മക്ക് ചഞ്ചോച്ചം തന്നെ. കാരണം മദ്രസയിൽ ജിഹാദി പഠിച്ചതും ഞമ്മന്റെ നല്ല മുസ്ലിങ്ങൾ എന്ന രീതിയിൽ നടക്കുന്നവൻ പഠിച്ചതും ഒരേ കിതാബ് തന്നെയാവുമ്പോൾ എങ്ങനെയാണ് ഇവറ്റകൾ ജിഹാദിനെതിരെ, അതല്ലെങ്കിൽ ഈ ക്രൂരതയ്ക്കെതിരെ മിണ്ടുക എന്ന വലിയൊരു ചോദ്യമുണ്ട്. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള, കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഹിന്ദുവേ ക്രിസ്ത്യാനി, നിന്റെ വീട്ടിലേക്കും ഒരു ദിവസം ഇവറ്റകൾ ഇരച്ചു വരും. അന്നേ നിന്റെയൊക്കെ കണ്ണുകൾ തുറക്കുകയുള്ളോ എന്ന വലിയൊരു ചോദ്യം നിന്റെ മുൻപിലേക്ക് വെക്കുകയാണ്. ഓരോ ശബരിമല ആചാര ലംഘനം തകർക്കാൻ വന്ന ദുഷ്ടരെയും പ്രതിരോധിക്കുമ്പോൾ പോലീസിന്റെ ദുഷ്ടതകൾ കൊണ്ട്, പോലീസിനെ കൊണ്ട് പിണറായി വിജയന്റെ ആ ദുഷ്ടതകൾ ഇവിടെ അരങ്ങേറിയ സമയത്ത് ഓരോ ഹിന്ദുവിനോടും ചെയ്ത ദുഷ്ടതകൾ, ഓരോ അമ്പലത്തിലേക്കും കയറിക്കൊണ്ട്, അതല്ലെങ്കിൽ അമ്പലം തകർക്കുന്ന രീതിയിലേക്ക് വരെ ഏതെങ്കിലും ഒരു അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ബൂട്ടൊക്കെ ഊരിയിട്ട് ഷർട്ടൊക്കെ ഊരിയിട്ട് കയറാറുണ്ടോ? ഇല്ലെന്നേ. ഇന്നും ദേവസ്വം ബോർഡിന്റെ കീഴിൽ ഓരോ ഹിന്ദുവിന്റെയും അഭിമാനമായിട്ടുള്ള, സംസ്കാരമായിട്ടുള്ള ക്ഷേത്രങ്ങളെ അടക്കി ഭരിച്ചുകൊണ്ട് ഇന്നും ഹിന്ദുവിന് തീരാ വേദന സൃഷ്ടിക്കുന്ന, ജിഹാദികൾക്ക് കുഴലൂത്ത് നടത്തുന്ന ഇവിടുത്തെ ഭരണാധികാരികളെ ഇത് ഓരോ ഹിന്ദുവും, സ്വാഭിമാനി ഹിന്ദുവും ആഘോഷിക്കും. ഗ്യാലറിയിൽ ഇരുന്നതിനെ കൈയടിച്ച് കളി കാണും. അതുകൊണ്ട് ഇവിടേക്ക് മതേതരത്വം പറഞ്ഞ് പുലമ്പിക്കൊണ്ട് ഒരുത്തനും വരേണ്ട. ജിഹാദികളുടെ പള്ളിയിലേക്ക് ബൂട്ടിട്ട് കയറിയിട്ടുണ്ടെങ്കിൽ അത് കാലം നിനക്കൊക്കെ കാത്തുവെച്ച കാവ്യനീതി തന്നെയാണെന്ന് ചിന്തിച്ച് ആശ്വസിക്കടോ. നഖം വെട്ടിത്തര പോയി നിന്റെയൊക്കെ ആ ചുതിൽ വെക്കിയെന്ന് പറഞ്ഞില്ലേ, ചിതയിലേക്ക് വെക്കുന്ന മോഹൻലാൽ ഒരു സിനിമയിൽ ഡയലോഗ് പറയുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇത്തരത്തിൽ ഒരു ആശ്വാസം ഓരോ സംഘികൾക്കും, ഓരോ തീവ്ര ഹിന്ദുക്കൾക്കും ഉണ്ടാവും. ഗ്യാലറിയിൽ ഇരുന്ന് ഞങ്ങൾ കളി കാണും. നിന്റെയൊക്കെ പള്ളിയിലേക്ക് ബൂട്ടിട്ട് പോലീസ് കയറിയാലും, അതിൻ്റെ ഉള്ളിൽ തല്ലുകൂടുന്ന ജിഹാദികളെ പിരിച്ചുവിടാൻ വേണ്ടി വെടിവെച്ചാലും അത് ഹിന്ദുവിനെ നോവിച്ചതിന്റെ ചെറിയൊരംശം പോലും ആവില്ല എന്നുള്ളത് ഹിന്ദുക്കൾക്കറിയാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.